നമുക്കിനി കൊല്ലത്തേക്കൊന്ന് പോകണം. കൊല്ലത്ത് വനിതാ SI മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് യുവതി നൽകിയ പരാതിയിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. വീട്ടിലെത്തി മർദ്ദിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ വനിതാ സ്പെഷ്യൽ ബ്രാഞ്ച് SIക്കെതിരെ പരവൂർ പോലീസ് കേസെടുത്തിരുന്നു. പരാതിക്കാരിയുടെ ഭർത്താവായ വർക്കല SI അഭിഷേകിനും സ്പെഷ്യൽ ബ്രാഞ്ച് SI ആശയ്ക്കുമെതിരെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പരവൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് അന്വേഷണം. ഭർത്താവുമായി താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് വനിതാ SI മർദ്ദിച്ചുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. വനിതാ SI വീട്ടിൽ വരുന്നതിനെ എതിർത്തതായിരുന്നു പ്രകോപനത്തിന് കാരണമെന്നും പരാതിക്കാരി പറഞ്ഞു. വിനീഷ് കുമാർ വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിനീഷ്, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ പോലീസുകാർക്കെതിരെയുള്ള ഒരു യുവതിയുടെ പരാതി എന്ന് പറയുമ്പോൾ അതിന് ഗൗരവ സ്വഭാവം കൂടുതലാണ്. ഇതിപ്പോൾ ഒരു വനിതാ പോലീസുകാരിയും ഒരു വനിതാ SIയും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന് പോലീസ് നൽകുന്ന ഒരു വേർഷൻ? രഞ്ജിത്ത്, വനിതാ SI മർദ്ദിച്ചതായിട്ടുള്ള ഒരു പരാതിയാണ് യുവതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ SIയുടെ ഭാര്യയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി വന്നിരിക്കുന്നത്. പരവൂർ പൂതക്കുളം സ്വദേശിനിയാണ് 27-കാരിയായ പരാതിയുടെ 27-കാരിയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. SIയും സുഹൃത്തായ വനിതാ SIയും അടക്കം 4 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. 4 പേർക്കെതിരെ പരാതിയും നൽകിയ സാഹചര്യമുണ്ട്. ഭർത്താവ് SIയും വനിതാ SIയും തമ്മിലുള്ള അതിരുകടന്നുള്ള ഒരു ബന്ധം, ഒരു സൗഹൃദം ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിലെ സ്വാധീനം ഉപയോഗിച്ച് അച്ഛനെയും അനുജത്തിയെയും കേസിൽപ്പെടുത്തുമെന്നും ജയിലിനുള്ളിലാക്കുമെന്നും ഈ വനിതാ SI ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. വർക്കല SI അഭിഷേക്, കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് SI ആശ എന്നിവർക്കെതിരെയാണ് ഈ യുവതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിനീഷ്, ഈ വനിതാ SIയും ഇവരുടെ ഭർത്താവും തമ്മിൽ കൂടുതൽ സംശയിക്കത്തക്ക തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അതിവർ പലതവണ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം ഈ വനിതാ SI സ്ഥിരമായി ഇവരുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അതിനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതൊക്കെ അപ്പോൾ ഒരു പരാതിയുടെ രൂപത്തിലൊക്കെ പോലീസിന്റെ മുന്നിലുണ്ടോ? ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണോ? തീർച്ചയായും വിശദമായിട്ടുള്ള പരാതിയാണ് യുവതി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. FIR തന്നെ അത് വ്യക്തമാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 വർഷമാകുന്നു. ഈ 5 വർഷ കാലയളവിൽ തന്നെ നിരവധി പീഡനത്തിന് ഇരയാകേണ്ടി വന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ സ്ത്രീധനമൊക്കെ നൽകിയാണ് ഇവരുടെ വിവാഹം നടന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 100 പവനും കാറും ഒക്കെ നൽകിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യുവതിയുടെ അച്ഛൻ ഈ അടുത്ത സമയത്ത് ഒരു വീട് വാങ്ങി നൽകിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പോരാഞ്ഞ് ഏകദേശം വീണ്ടും പൈസ ആവശ്യപ്പെട്ടുള്ള പീഡനം നടന്നു എന്ന് ആണ് ഈ യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി പരാതി നൽകി മൊഴി നൽകിയതായിട്ടാണ് നമുക്കറിയുന്നത്. തുടർന്ന് ക്രൈംബ്രാഞ്ചിൽ ഈ പോലീസ് കേസ് അന്വേഷിക്കാനായിട്ട് ഫോർവേഡ് ചെയ്ത ഒരു സാഹചര്യമാണ് രഞ്ജിത്തുള്ളത്. ക്രൈംബ്രാഞ്ചിൽ കൂടുതൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ യുവതി ഈ SIയെയും ഈ പോലീസുകാരനെയും മറ്റും ചോദ്യം ചെയ്യുക, അത്തരം നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? കാരണം പോലീസുകാർക്കെതിരായ കേസാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവ സ്വഭാവം കൂടും. സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. SIക്കെതിരെ പരവൂർ പോലീസും ഈ സ്പെഷ്യൽ SI ആണ് പരവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ചോദ്യം ചെയ്യൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണോ? ഈ യുവതി ഉറച്ചു തന്നെയാണോ? അവരുടെ കാര്യങ്ങൾ ഉറച്ചു തന്നെയാണോ? അവർ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിനാണോ പറയുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് യുവതിയുടെ കുടുംബവും ഉള്ളത്. ശക്തമായ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. നടപടി സ്വീകരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് രഞ്ജിത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകുകയും മൊഴി നൽകുകയൊക്കെ ചെയ്തത്. ആദ്യം പരവൂർ പോലീസാണ് പരാതി നൽകിയത്. അതിൽ തൃപ്തി ആവാത്തത് കൊണ്ടാണ് കുടുംബം നേരിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷിക്കാനായി ഉത്തരവ് നൽകിയതായിട്ടുള്ള അറിവാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. രഞ്ജിത്ത്, ഏതായാലും ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കുകയാണ്. യുവതിയുടെ പരാതിയിൽ വനിതാ SIക്കും പോലീസുകാരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വലിയ പീഡനം, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസ് എന്നാണ് മനസ്സിലാകുന്നത്.